ഈ ഒരു വീഡിയോ പുതുതായി ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. എക്സ്ക്ലൂസീവ്ലി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം, പുതുതായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇനീഷ്യൽ ക്യാപിറ്റൽ ഇല്ല ഒരു ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവരുടെ മുമ്പിലുള്ള ഫസ്റ്റത്തെ ഓപ്ഷൻ എന്നുള്ളത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്നുള്ളതാണ്. പല ആളുകളും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വലിയ ബുദ്ധിമുട്ടിലോട്ട് പോകാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്കറിയാം, പുതുതായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ഫണ്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും കൃത്യമായ ധാരണ ഉണ്ടാവണമെന്നില്ല. അവർ പലപ്പോഴും അവരുടെ പേഴ്സണൽ പർപ്പസിനും വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇതും മാത്രമല്ല, നമുക്കറിയാം, ഒരു 10 ലക്ഷം ലോൺ എടുത്തിട്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊരു 10% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏകദേശം 10,000 രൂപ നിങ്ങൾ ഇൻട്രസ്റ്റിലോട്ട് മാറ്റി വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യും? ഫസ്റ്റത്തെ 1-2 വർഷം നിങ്ങൾക്ക് യാതൊരുവിധ പ്രോഫിറ്റും ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടണമെന്നില്ല. കാരണം ഫസ്റ്റ് 1-2 വർഷം ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മേ ബി ലാഭം ഉണ്ടാവണമെന്നില്ല, മേ ബി നഷ്ടത്തിലായിരിക്കും 1-2 വർഷം ബിസിനസ് ഓടുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ സ്ഥാപനത്തിലെ എല്ലാ എക്സ്പെൻസും, അവിടുത്തെ റെന്റ്, അവിടുത്തെ സ്റ്റാഫിൻ്റെ സാലറി, മറ്റെല്ലാ എക്സ്പെൻസും നിങ്ങൾക്ക് ആ ഒരു വർഷം മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം മീറ്റ് ചെയ്തിട്ട് നിങ്ങളെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റും ബാങ്കിലോട്ടുള്ള റീപേയ്മെൻറ്റും കൊടുക്കാൻ. അപ്പോൾ പലപ്പോഴും പല ആളുകളും 1-2 മാസം ഇത് പേയ്മെൻറ്റ് ചെയ്യും. പിന്നെ കൃത്യമായ രീതിയിൽ വരവില്ലാത്തത് കൊണ്ട് തന്നെ ബാക്കി അവിടെ സ്ഥാപനത്തിലെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാനുള്ള ഫണ്ട്, അത് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തൊരു സ്ഥിതി കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇൻട്രസ്റ്റും അതിന്റെ മുതലോട്ട് പോകുന്ന എമൗണ്ട് ഒക്കെ പെൻഡിങ് ആവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ട് ഒരു 10,000 രൂപ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റിലോട്ടാണ് പോകുന്നത്, അതിന്റെ മുതലോട്ടല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് ഇത്രയും ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇത്രയും, അതായത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഫണ്ട് മാനേജ് ചെയ്യാൻ അറിയണം. ഒരുപാട് എക്സ്പെൻസ് മുന്നിൽ നിങ്ങൾ കാണണം. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളെ പേഴ്സണൽ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തിരിച്ചടക്കാൻ, മുതലോട്ട് അടക്കാനുള്ള പേയ്മെന്റ് വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ്സിലോട്ട് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. ഇത്തരം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഇപ്പോൾ തന്നെ താഴെ കൊടുത്തുള്ള അക്കൗണ്ട് ഫോളോ ചെയ്യാം.